ഇന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോട്ടൂരുള്ള എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അതിൻ്റെ എൻട്രൻസ് പ്ലാസയിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് മെയിൻ ഗേറ്റ് വഴി ഞങ്ങൾ പോകുന്നത്. മോനും ഞാനും ഹസ്ബൻഡുമാണ് ഉണ്ടായിരുന്നത്. ആദ്യം കുറച്ച് ദൂരം പോകണം. ഒരു 1/2 കിലോമീറ്റർ നടക്കുമ്പോൾ നമുക്കവിടെ ഒരു ജംഗ്ഷനുണ്ട്. ഒരു ജംഗ്ഷൻ പോയിൻ്റ് എത്തും. അവിടെ നിന്നാണ് ക്യാൻറ്റീനിലേക്ക് പോകാനുള്ള വഴിയും നമുക്ക് ആനകൾ കുളിക്കുന്ന പോകാനുള്ള വഴിയും എല്ലാം അവിടെയാണ്. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനകൾ കുളിക്കുന്ന പോയിൻറ്റിലേക്ക്, അതൊരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് ഞങ്ങളുടെ ഫ്രണ്ടിലൊരു ആന, 2 ആനകൾ പോയായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റ്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് റിസർവോയറിൻ്റെ കുറച്ചുകൂടെ കാട്ടിൻ്റെ ഉള്ളിലാണ് ആ പോയിൻ്റ്. നമുക്ക് ഈ ആനയുടെ പുറകെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അവർ ഈ പോയിൻ്റ് എത്തിയപ്പോൾ ഞങ്ങളോട് അവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ നിൽക്കാൻ പറഞ്ഞു. കാരണം കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ സാങ്ച്വറിയിൽ തന്നെ ആൾക്കാർ വന്ന് അവരൊരു സെക്യൂരിറ്റിയോടുകൂടി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം എന്താണെന്ന് നടന്നു തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായത്, ഫുൾ കാടാണ്. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീവീടിൻ്റെ ഒച്ച മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഏത് സാധനവും എവിടെ നിന്ന് വേണമെങ്കിലും ചാടി വരാമെന്നുള്ള രീതിയിലൊരു ഉൾക്കാട്ടിൽ കൂടെയാണ് ഞങ്ങൾ ഈ കുളിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ നല്ല ആരെങ്കിലും കൂടെ ഉള്ളത് നന്നായിരിക്കും. ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ പേടിയാവും നമുക്ക്. ഇത് ആകെ ഈ സൗണ്ട് മാത്രം കേട്ട് നമ്മൾ നടക്കില്ല. പിന്നെ പകലായതുകൊണ്ട് വെളിച്ചമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഹോളിഡേ ഈസ്റ്റർ ദിനം ആയതുകൊണ്ട് തന്നെ ഹോളിഡേ ആയതുകൊണ്ട് ആൾക്കാരും ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്ക് കാര്യങ്ങൾ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഓൾറെഡി ആ വെയിറ്റിംഗ് ഏരിയയിൽ വരുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു, ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ നടക്കാനുണ്ട്. അവിടുന്ന് നടക്കുമ്പോൾ തന്നെ ഇവിടെയാണ് നമ്മുടെ ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലം. ഇത് നെയ്യാർ റിസർവോയറിൻ്റെ പാർട്ടാണ്. ഇവിടെ ആക്ച്വലി വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം കാണും. ഈ ഒരു ആൾക്കാർ നിൽക്കുന്ന പോയിൻറ്റിലൊക്കെ നിറച്ച് വെള്ളമായിരിക്കും. ഇപ്പോൾ വേനലായതുകൊണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. അപ്പം നമുക്ക് നല്ല ഉള്ളിലേക്ക് പോകാനും പറ്റും. ആനകൾ ഇവിടെയാണ് കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി 5 ആനകൾ ഉണ്ടായിരുന്നു. അതിൽ 2 കുട്ടി ആനകളാട്ടോ. അപ്പുറത്തുള്ളത് 3 വലിയ ആനകളാണ്. ഈ 2 വലിയ ആനകളാണ്. അതിൻ്റെ അപ്പുറത്തും ഒരു ആനയും കൂടി ഉണ്ടായിരുന്നു. അത് കാണാമൊന്നും അറിയത്തില്ല. മോനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ പേടിയാണ്. ആരും വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല. എല്ലാവരും ഇങ്ങനെ എല്ലാവരും ആ കരയിലൊക്കെ നിന്ന് നോക്കുന്നേ ഉള്ളൂ. വെള്ളത്തിലിറങ്ങാൻ പേടിയായിട്ടാണ്. മോൻ്റെ സ്പെഷ്യൽ മുദ്രയുടെ പോസിങ്. ഇത് വലിയ ഒരാന കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു 10-20 വയസ്സിൽ കൂടുതൽ കാണുമായിരിക്കും. വലിയ കൊമ്പൊക്കെയാണ്. എൻ്റെ കൊമ്പൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. കുത്താണ്ടൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഇച്ചിരി പേടിയാവും കേട്ടോ. ഇതും വലിയ ആനയാണ്. ഇത് കണ്ടോ, ബേബി ആനയാണ്. തലയിൽ മുടിയൊക്കെ ഉണ്ട് കണ്ടോ. അത് ഗണേശ പോസിലൊക്കെ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കുളിപ്പിച്ച് തീരാറായി. ഇവരൊക്കെ നേരെ വന്ന് കുറേ നേരം ഇവരെ തേച്ചൊരച്ച് കുളിപ്പിക്കും കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ നേരത്തെ കുളിപ്പിക്കാനൊക്കെ കുറേ സമയമെടുത്ത് അവരെ കുളിപ്പിക്കുന്നത്. ഇനിയും ടൈം എടുക്കും. ഞങ്ങൾ അതുവരെ കുറേ നേരം അവിടെ നിന്ന് കണ്ടു. ഇതിനെ തിരിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനിലാന്ന് തോന്നുന്നു. തിരിച്ച് ഇവരെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കാനേ നടക്കാനേ പിടിക്കാനേ എന്ന് പറഞ്ഞിട്ട് ഇതിനെ പറഞ്ഞ് ചിക്കനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഓടിപ്പോയാലെന്ന് പേടിച്ചിട്ടായിരിക്കും എല്ലാ ആനയും കെട്ടിയിട്ടിട്ട് തന്നെയാണ് കുളിപ്പിക്കുന്നത്. ചങ്ങല നമുക്ക് കരയിൽ നിന്ന് കാണാം. ഓൾറെഡി കാല് കെട്ടിയിട്ടുണ്ട്. ഇത് വീണ്ടും പറഞ്ഞവർ കിടത്തിച്ച് വീണ്ടും കുളിപ്പിക്കുകയാണ്. കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മോന് ബോറടിച്ച് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇത് മലയണ്ണാനും കുരങ്ങും ഒന്നുമല്ല, ഇത് ഞാനാണ്. തിരിച്ച് പോണ വഴി ഒരു ചെറിയൊരിത് വന്ന വഴി തന്നെ കുറേ ദൂരം നമുക്ക് തിരിച്ച് നടക്കാനുണ്ട്. അത് നടന്ന് നമ്മൾ ഈ ഒരു പോയിൻ്റാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ആന കുളിപ്പിക്കുന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ
നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇവിടെയാണ് നമ്മുടെ വെയിറ്റിംഗ് ഏരിയ. ആ കാണുന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത ഏരിയ. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അത് എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് തിരിച്ച് വന്നപ്പോൾ അത് എടുത്തേക്കാണ്. പക്ഷേ ഇതൊരു ബണ്ട് പോലെ തിരിച്ചിട്ട് ഈ റിസർവോയറിൻ്റെ രണ്ടായിട്ട് തിരിച്ചേക്കാം. ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നമ്മൾ വരുന്ന വഴി നമുക്ക് വീണ്ടും ആനയെ കാണാം. ഒരു ഇതിനായിട്ട് ഈ ആനയുടെ പേര് ആമിന എന്നാട്ടോ. കുട്ടി ആനയാണ്. 5 വയസ്സേ ആയിട്ടുള്ളൂ. ചെറിയൊരു ആനയാണ്. ആന ഡാൻസൊക്കെ ചെയ്ത് വീഴ്ചയാട്ടമാണെന്നറിയില്ല. ഇത് അടുത്തത് വന്നപ്പോൾ ഈ റോട്ടിൽ ആനയില്ല. ഈ ആനയായിരിക്കും ചിലപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവുക. തിരിച്ച് വന്നിട്ടുണ്ടാവില്ല. നമുക്ക് അതുവഴി വരുമ്പോൾ ഇനി ആനകളുണ്ട് കേട്ടോ. ഈ കാണുന്നത് മനു എന്ന് പറയുന്ന ആനയാണ്. ഇത് ഇച്ചിരി വികൃതിയായിരുന്നു. മീൻസ് കുറച്ചൊന്ന് പേടിയാവും. അത് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മോന് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇച്ചിരി ഒന്ന് പേടിയായി. ആ കുട്ടി ധൈര്യമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിപ്പോൾ എല്ലാവരും ഇടാനുള്ള സാധ്യതയുണ്ട്. അവരവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മനു 5 ഇയർന്ന്. മനു മായ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഏതാണ് ഈ ആന എന്നുള്ളത് അറിയില്ല. ഒരു ടാഗൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ആനയ്ക്ക്. കണ്ടിട്ട് പിടിയാനയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എന്തായാലും കുഞ്ഞാനകളാണ്. 2-3 വയസ്സൊക്കെ ഉള്ളൂ. ചെറിയൊരു ആനയാണ്. മറ്റേ ആനയുടെ പേര് ആമിന എന്ന് അവിടെ നിന്ന് കെയർടേക്കർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കറിയാം കേട്ടോ. ബാക്കി ആനയുടെ ഒന്നും പേര് അവർ എഴുതിയിട്ടേ ഇല്ല. ഇത് ഇച്ചിരി ബഹളമായിരുന്നു അവിടെ കിടന്ന്. അപ്പം ഞങ്ങൾക്കധികം ഇത് വേറൊരു ആന കേട്ടോ, റാണ എന്ന് പറഞ്ഞിട്ട്. ഇത് കാണാൻ ഇച്ചിരി ഫോട്ടോയിൽ ഇത്രയേ ഉള്ളൂ എങ്കിലും വലിയൊരു ആനയാണ് ഇത്. ഞങ്ങൾ തിരിച്ച് എല്ലാത്തിനെയും കണ്ടിട്ട് തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ എക്കോ